ഹേ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ന്യൂ വീഡിയോ. അപ്പോൾ നമ്മളിന്ന് ഉറപ്പായിട്ടും അങ്ങനെ നമ്മുടെ പാക്ക് ഓപ്പൺ ചെയ്യാൻ പോകണം. എന്തായാലും നമുക്കൊരു ഫ്രീ ട്രേ ഒക്കെ കിട്ടിയിട്ടുണ്ട് പോർട്ട് പാക്ക്. അപ്പോൾ നമുക്ക് ആരെയും കിട്ടാൻ നോക്കാം. അതുപോലെ തന്നെ നിങ്ങൾക്ക് ആരെയും കിട്ടിയാൽ ജസ്റ്റ് കമൻറ്റ് ചെയ്യുക. നമ്മുടെ പാമറിനെ ആരെയും കിട്ടിയിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും നോക്കുക. അപ്പോൾ നമുക്ക് എന്തായാലും വീഡിയോയിലോട്ട് കിടക്കാം. ഓക്കെ ഗൈസ്, അപ്പോൾ അങ്ങനെ നമ്മുടെ 800 മില്യൺ ഡൗൺലോഡ്സ് ക്യാമ്പയിനൊക്കെ നടക്കുന്നുണ്ട്. അപ്പോൾ എന്തായാലും എല്ലാവർക്കും 50 കോയിനൊക്കെ മാച്ചുകൾ കളിച്ച് കഴിഞ്ഞാൽ ഉറപ്പായിട്ടും കിട്ടുന്നതാണ്. അതുപോലെ തന്നെ നമ്മുടെ ഡെയിലി ഗെയിം ജസ്റ്റ് നിങ്ങൾ പെനാൽറ്റി ഒക്കെ അടിക്കുക. അപ്പോൾ ഉറപ്പായിട്ടും നമുക്ക് നമ്മുടെ കോൺട്രാക്റ്റിലേക്ക് പോകാം ഗൈസ്. അപ്പം ഞാനിന്ന് വിചാരിക്കുന്നത് നമ്മുടെ കയ്യിൽ 300 കോയിൻ ഉണ്ട്. അപ്പോൾ ജസ്റ്റ് ഞാൻ വിചാരിക്കുന്നത് എന്താ വെച്ചാൽ നമ്മുടെ ഹാർഡ് വർക്കിംഗ് പ്ലേയേഴ്സ് ഷോർട്ട് ടൈമിൽ 3 പേരെന്തായാലും ഉണ്ട്. നമ്മുടെ ഗവി, പിന്നെ കോബി, മാനിയോ അല്ലേ, മെയിനോ, പിന്നെ നമ്മുടെ വാക്കർ. അപ്പോൾ ഇവർ 3 പേരിൽ നിങ്ങൾക്ക് ആരെയും കിട്ടിയിട്ടുണ്ടെങ്കിൽ ജസ്റ്റ് നിങ്ങൾ കമൻറ്റ് ചെയ്യുക നിങ്ങൾക്ക് ആരെയും കിട്ടിയെന്ന്. അപ്പോൾ എന്തായാലും നമുക്കൊരു പോർട്ട് പാക്ക് ഫ്രീ ഉണ്ട്. അപ്പോൾ ഇതിൽ നല്ലൊരു കാർഡ് എന്ന് വെച്ചാൽ എല്ലാം നല്ല കാർഡാണ്. എന്നാലും കുറേ പേര് പറഞ്ഞാൽ നമ്മുടെ പാമറൊക്കെ നല്ല അടിപൊളിയാണ്. അതുപോലെ തന്നെ ഡേവിഡ്, ഇവരൊക്കെ ടിമ്പർ, പിന്നെ കുറേ പേർക്കൊക്കെ നക്കുമോറനെ കിട്ടി, സെർജിയോ ഗോമസ്, ഇവരൊക്കെ ഉണ്ട്. അപ്പോൾ നമുക്ക് എന്തായാലും നമ്മുടെ പോർട്ട് പാക്ക് എങ്ങനെ ഓപ്പൺ ചെയ്യാൻ പോവാണ്. അപ്പോൾ ആരെ കിട്ടുന്ന ഉറപ്പായിട്ടും നമുക്ക് നോക്കാം. അപ്പോൾ ജസ്റ്റ് നമ്മളിതാ ഫസ്റ്റ് തന്നെ നമ്മുടെ പാമറെ കിട്ടാൻ വേണ്ടിയിട്ടാണ് ജസ്റ്റ് നമ്മൾ നമ്മുടെ വാൻഡേവാനെ എടുക്കുന്നു. വാൻഡേവാൻ ഓൾറെഡി എനിക്ക് നമ്മുടെ എപ്പിക് വാൻഡേവാൻ ഉണ്ടെന്ന് തോന്നുന്നു. അപ്പോൾ ജസ്റ്റ് നമ്മളെല്ലാം നോക്കുന്നു. അതിനുശേഷം ഇഞ്ചുറി റെസിസ്റ്റൻസ് ഒക്കെ നോക്കുന്നു. അതിനുശേഷം നമ്മുടെ അത്രേ ഉള്ളൂ, ഇൻ്റർസെപ്ഷനൊക്കെ നോക്കി ജസ്റ്റ് റൊട്ടേറ്റ് അടിക്കുന്നു. വീണ്ടും വാൻഡേവാൻ, അതിനുശേഷം ഇഞ്ചുറി റെസിസ്റ്റൻസ് ഒക്കെ ഇതേപോലെ തന്നെ നോക്കുന്നു. എന്തായാലും നമ്മൾ ബാക്കോട്ട് വരുന്നു ഗൈസ്. 100 കോയിൻ ഇതിൽ ഞാൻ ശരിക്കും പറഞ്ഞാൽ ഇതിൽ നമുക്ക് കളയുന്നതാണ് നല്ലത്. കാരണം ഇതിൽ പോയാലും പോർട്ട് ബാക്കിൽ ഒരാളെ കിട്ടും. അതും ഡബിൾ ബൂസ്റ്റർ ആണോ ഗൈസ്? ഇത് ഡബിൾ ബൂസ്റ്റർ ആണെന്ന് തോന്നുന്നു അല്ലേ, ഡബിൾ ടച്ച്. എന്താ പറയുക, അതിനുശേഷം നമ്മുടെ പാമറിനെ എടുക്കുന്നു. ജസ്റ്റ് എല്ലാം നോക്കുന്നു. ഇഞ്ചുറി റെസിസ്റ്റൻസ്, എഫക്റ്റ് ആൻഡ് കണ്ടീഷൻ, അതിനുശേഷം ഗെയിംമാൻഷിപ്പൊക്കെ നോക്കുന്നു. അതിനുശേഷം നമ്മളിത് ക്യാൻസൽ ചെയ്യാൻ പോവാണ്. ജസ്റ്റ് ഫസ്റ്റ് ട്രൈ ഒന്ന് ക്യാൻസൽ ചെയ്യുന്നു. കാരണം 100 കോയിൻ മറ്റേതിലിട്ട് കഴിഞ്ഞാൽ കിട്ടിയില്ലെങ്കിൽ വെറുതെ ആവും. പക്ഷേ ഇതിലിട്ട് കഴിഞ്ഞാൽ ഉറപ്പായിട്ട് നമുക്ക് പോർട്ട് പാക്കിൽ എന്തായാലും ആരെങ്കിലും കിട്ടും. അതുകൊണ്ട് ഇതിൽ അടിച്ചാലോ എന്നുണ്ട്. എന്തായാലും നമുക്ക് ഇതിൽ നോക്കാം ഗൈസ്. ഒരു 100 കോയിൻ നമുക്ക് ഇതിലടിക്കാം. അതിനുശേഷം നമ്മളിതാ ഫസ്റ്റ് ഫ്രീ ട്രൈ അടിക്കാൻ പോകണം. അതിനുശേഷം നമ്മൾ ഉറപ്പായിട്ടും ഗവി എടുക്കണം എന്നുണ്ട്. നല്ലൊരു പ്ലെയറാണെന്ന് എല്ലാവരും പറയുന്നുണ്ടായിരുന്നു. നോക്കാം. എന്തായാലും നമ്മൾ ഫ്രീ ട്രൈയിലേക്ക് പോവുകയാണ്. അപ്പോൾ ഉറപ്പായിട്ടും കിട്ടുമെന്നൊരു പ്രതീക്ഷയുണ്ട്. ഓക്കെ ഗൈസ്, അപ്പോൾ നമ്മൾ എന്തായാലും ഫ്രീ ട്രൈ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് നോക്കാം ആരെയാണ് കിട്ടുന്നതെന്ന്. ഓക്കെ ഗൈസ്, അപ്പം ഉള്ളിൽ നോക്കിയാൽ അറിയാൻ പറ്റുള്ളൂ ആരാന്ന്. എന്തായാലും വരട്ടെ. പാമറിനെ കിട്ടിയ പൊളിക്കും. പാമറെല്ലാം തോന്നുന്നു ഗൈസ്, കാരണം ബ്ലാക്കിലാരാണ്, ഗോളിയായിരിക്കും. ഓക്കെ, നമ്മുടെ എനിക്ക് ഫസ്റ്റ് ട്രൈ കിട്ടിയിരിക്കുന്നത് നമ്മുടെ മെയ്ക്നാനാണ്. എന്തായാലും നോക്കാം. 94 വരുന്ന മെയ്ക്നാൻ. ഓക്കെ, കുഴപ്പമൊന്നുമില്ല. എന്തായാലും വലിയ 94ആണ്. അപ്പോൾ നിങ്ങൾക്ക് ആരെയും കിട്ടി ജസ്റ്റ് കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഞാനിതാ നെക്സ്റ്റ് ഒരു ട്രൈയും കൂടെ നടത്താൻ പോവുകയാണ്. ജൊനാഥൻ ഡേവിഡ് കിട്ടണം എന്നാണ്, അല്ലെങ്കിൽ പാമർ. അപ്പോൾ ഇവർ രണ്ടുപേരും ഞാൻ ജസ്റ്റ് ഒന്ന് ഇഞ്ചുറി റെസിസ്റ്റൻസ്, എഫക്റ്റ് ആൻഡ് കണ്ടീഷൻ ഒക്കെ നോക്കുന്നുണ്ട്. അതിനുശേഷം ഗെയിംമാൻഷിപ്പ് നോക്കി. അതിനുശേഷം നമ്മുടെ അപ്പോൾ ഒരു ബ്രോ പറഞ്ഞായിരുന്നു ആ വേൾഡ് വൈഡ് പോർട്ട് പാക്ക് തുറക്കുന്നതെന്ന് വീഡിയോ ചെയ്യുമെന്ന്. അപ്പോൾ കഴിഞ്ഞ വീഡിയോ അത് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഇതാണ് ആ വീഡിയോ ബ്രോ. അപ്പോൾ പാമർ എടുക്കുന്നു. അത് വിട്ടുപോയതാണ് സത്യത്തിൽ. അപ്പോൾ ഇതെന്തായാലും നമുക്ക് സെറ്റാക്കാം. ഇഞ്ചുറി റെസിസ്റ്റൻസ് നോക്കുന്നു, എഫക്റ്റ് ആൻഡ് കണ്ടീഷൻ നോക്കുന്നു. പാമറോ അല്ലെ നേരത്തെ അടുത്ത് നമ്മുടെ ആരായിരുന്നു, ഡേവിഡോ കിട്ടിയാൽ മതിയായിരുന്നു. 100 കോയിൻ ഞാൻ ഇടാൻ പോവാണ്. കാരണം എന്താ വെച്ചാൽ മറ്റേതിലിട്ട കേസ് ഒന്നും കിട്ടിയില്ലെങ്കിൽ വെറുതെ ആവും. അപ്പോൾ നമുക്ക് എന്തായാലും 100 ഇവിടെ ചിലവാക്കാം ഗൈസ്. അപ്പോൾ 100 ഇട്ടിട്ടുണ്ട്. നമുക്ക് ആരെയാണ് കിട്ടുക നോക്കാം ഗൈസ്. ഇതും സാധാ പോലെയാണ്, ഉള്ളിൽ പച്ചയോ കാര്യങ്ങളോ ഒന്നുമില്ല. എന്തായാലും നമുക്ക് നോക്കാം ആരെ കിട്ടിയെന്ന് ഒരു പിടുത്തമില്ല. ഇതാരാ ലീഗ് 1 എമ്മോ കെയ്റ്റോ ഗൈസ്. അപ്പോൾ രണ്ടാം ട്രയൽ നമുക്ക് കിട്ടിയിരിക്കുന്നത് ജാപ്പനീസ് പ്ലെയറാണിത്, കെയ്റ്റോ നക്കാമുറേനാണ് കിട്ടിയിരിക്കുന്നത്. അപ്പം നിങ്ങൾക്ക് ആരെ കിട്ടിയ ജസ്റ്റ് കമൻറ്റ് ചെയ്യുക. എന്തായാലും ഗൈസ് നമുക്ക് ഒരൊറ്റ 100 കോയിൻ അല്ല, നമുക്ക് നമ്മുടെ ഡ്രോഗ്ബേനെ ഒരെണ്ണം എടുക്കാൻ ഒരു ഫ്രീ ട്രൈ ഉണ്ട് എപ്പിക്ക്. അപ്പോൾ എന്തായാലും നമുക്ക് ജസ്റ്റ് അതിലേക്കൊന്ന് കിടന്ന് നോക്കാം. നമുക്ക് എന്താ കിട്ടുക നമുക്ക് ഉറപ്പായിട്ട് നോക്കാം. നോക്കുകയാണെങ്കിൽ നമ്മുടെ ഫസ്റ്റ് തന്നെ ഞാൻ നമ്മുടെ അലക്സാണ്ടർ ഇസാക്കിനെ എടുക്കുന്നു. ജസ്റ്റ് ഒരു ഇഞ്ചുറി റെസിസ്റ്റൻസ് ഒക്കെ നോക്കുന്നു. പെനാൽറ്റി സ്പെഷ്യലിസ്റ്റാണ്. 3 പ്രാവശ്യം ഞാനിത് ട്രൈ ചെയ്യുന്നു അലക്സാണ്ടർ ഇസാക്കിനെ. ഓക്കെ, 3 പ്രാവശ്യം പെനാൽറ്റി സ്പെഷ്യലിസ്റ്റ് ഒക്കെയാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇതിൽ നമ്മുടെ ഡ്രോഗ്ബേനെ കിട്ടിയിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും കമൻറ്റ് ചെയ്യുക. എന്തായാലും നമ്മൾ എടുത്ത് തീർക്കണം ഗൈസ്. അപ്പോൾ പിന്നെ ഇപ്പോൾ തന്നെ അങ്ങ് എടുക്കാമെന്ന് വെച്ച് കഴിഞ്ഞു. പെനാൽറ്റി സ്പെഷ്യലിസ്റ്റ് ഒക്കെയാണ്. ജസ്റ്റ് ബാക്കോട്ട് വരുന്നു. എന്തായാലും കിട്ടുമെന്നൊരു ചെറിയ പ്രതീക്ഷയെങ്കിലും ഉണ്ട് ഗൈസ്. അപ്പോൾ അതിനുശേഷം നമ്മളിതാ ക്യാൻസൽ കൊടുക്കുകയാണ്. അതിനുശേഷം നമ്മുടെ ഡ്രോപ്പ് പെയിൻ എടുക്കുന്നു.
റൊട്ടേറ്റ് രണ്ടും കൂടെ ചെയ്യുന്നു. കിട്ടുമെന്നൊരു ഇതിലെങ്കിലും ഒന്ന് കിട്ടിയാൽ മതി. എപ്പിക്ക് ഫോക്സ് ഇൻ ദ ബോക്സ് ആണ്. അപ്പോൾ എന്തായാലും കിട്ടിയവരാരെങ്കിലും ഉണ്ടെങ്കിൽ ഉറപ്പായിട്ടും കമൻറ്റ് ചെയ്യുക. നിങ്ങൾക്ക് ആരെയും പോട്ട് പേപ്പാക്ക് കിട്ടിയിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും കമൻറ്റ് ചെയ്യുക ഗൈസ്. അതിനുശേഷം നമ്മുടെ ഇതൊക്കെ ഇപ്പോൾ കിട്ടിയ പൊളിക്കൂട്ടോ. ബൂസ്റ്റർ സ്ലോട്ടാണ്, ഡബിൾ ബൂസ്റ്റർ. ഓക്കെ അപ്പോൾ ഗൈസ് നോക്കിയിട്ടുണ്ട്, ക്യാപ്റ്റൻസി ഒക്കെ ഉണ്ട്. എന്തായാലും കിട്ടിയവരാരുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാം. അപ്പോൾ നമ്മളെന്തായാലും പിന്നെ അതുപോലെ മണ്ടേയിൽ കുറേ കാര്യങ്ങളൊക്കെ അപ്ഡേറ്റും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. കുറേ പേര് എന്താ പറയുക റൊണാൾഡോ വരുന്ന കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. എന്തായാലും അത് അതേപോലെ സംഭവിക്കട്ടെ. ഒരു 500 പാക്കിൽ കേസ് നമ്മുടെ പണ്ടത്തെ റൊണാൾഡോയൊക്കെ വന്നാലും കുഴപ്പമില്ല, സെറ്റാണ് കേസ്. അപ്പോൾ എന്തായാലും ഞാൻ ഫ്രീ ട്രൈ എടുക്കാൻ പോവാണ്. കത്തുക കത്തില്ല നോക്കാം, ഇതെങ്കിലും ഒന്ന് കത്തിയാൽ മതിയായിരുന്നു. എന്തായാലും ഞാൻ ട്രൈ ചെയ്യാൻ പോവാണ്. അങ്ങനെ ഇന്ന് നമ്മൾ 3 പാക്ക് ഓപ്പൺ ചെയ്തു. ഓക്കെ ഗൈസ്, അപ്പോൾ എന്തായാലും ഫ്രീ ട്രൈ കൊടുത്തിട്ടുണ്ട്. നമുക്ക് നോക്കി നോക്കാം കത്തുകയോ കത്തില്ലയോ എന്ന് ഗൈസ്. അപ്പോൾ നോക്കുകയാണെങ്കിൽ പോയി, ഇതും പണിയായി ഗൈസ്, കത്തിയില്ല. എൻ്റെ പൊണ്ണ് ഇന്ന് മൊത്തത്തിലാകെ പണിയാണ്. ഇതാരെ കിട്ടിയ ഈ അലക്സാണ്ടർ ഇസാക്ക് വല്ലതും ആണോ? ആരാന്നറിയില്ല. എന്താ ലാംബാഡി ഗൈസ്. അപ്പോൾ എന്തായാലും നമ്മളങ്ങനെ 200 കോയിനായി. അപ്പോൾ എന്തായാലും ഷോർട്ട് ടൈം നമ്മൾ എടുത്തിട്ടില്ല ഗൈസ്. ഇനി ശരിക്കും പറഞ്ഞാൽ ഷോർട്ട് ടൈമും കൂടെ ഒന്ന് കറക്കണമെന്നുണ്ട്. കാരണം മുന്നിപ്പോയി 100 കോയിനുണ്ട്. നമുക്ക് ഒരെണ്ണം കൂടെ കറക്കിയാലോ എന്നുണ്ട്. എന്തായാലും ഇനി കിട്ടിയാലോ. കോബി മെയിനോ നമ്മൾ ജസ്റ്റ് കറക്കുന്നു. എന്തായാലും ഗൈസ് നമ്മൾ എന്തായാലും ഇറങ്ങി. ഇനി ഒരെണ്ണം കൂടെ കറക്കിയിട്ട് നമുക്ക് പോവാം. ഫൈറ്റിംഗ് സ്പിരിറ്റ് ഒക്കെ ഉണ്ട്. അപ്പോൾ ഗൈസ് നമ്മളിതിൽ ചെയ്യാൻ പോകണമെന്ന് വെച്ചാൽ നമ്മുടെ എപ്പിക്ക് ഗവീനെയും അവരെ 3 പേരെ എടുക്കുന്നു. അതിനുശേഷം എഫക്റ്റ് ആൻഡ് കണ്ടീഷൻ ഡീറ്റെയിൽസ് ഒക്കെ നോക്കുന്നു, ഫൈറ്റിംഗ് സ്പിരിറ്റ് നോക്കുന്നു. അതിനുശേഷം നമ്മുടെ വാക്കറിനെയും കൂടെ എടുക്കുന്നു. വാക്കറെ ഇതേപോലെ റൊട്ടേറ്റ് ചെയ്തിട്ട് ജസ്റ്റ് എഫക്റ്റ് ആൻഡ് കണ്ടീഷൻ നോക്കുന്നു, ഡീറ്റെയിൽസ് നോക്കുന്നു, ക്യാപ്റ്റൻസി ഒക്കെ നോക്കുന്നു. അതിനുശേഷം ഞാൻ ചെയ്യാൻ പോകുന്ന കാര്യം എന്ന് വെച്ചാൽ ഗൈസ് നമ്മുടെ 100 കോയിൻ എന്തായാലും നമ്മൾ ഇടാൻ പോവാണ്. ജസ്റ്റ് ക്യാൻസൽ ചെയ്യുന്നു. 2 3 4 5 6 7 8 9 10 11 12 13 14 പ്രാവശ്യം ഞാൻ 100 ക്യാൻസൽ ചെയ്തിട്ടുണ്ട്. ഇനി ജസ്റ്റ് നമ്മൾ 3 പേരെയും റൊട്ടേറ്റ് ചെയ്ത് എടുക്കുകയാണ് ജസ്റ്റ്. ഓക്കെ ഇതിപ്പോൾ ഡീറ്റെയിൽസ് ഒക്കെ നോക്കുന്നു. നമുക്ക് കിട്ടുമെന്നറിയില്ല, എന്നാലും ചെറിയൊരു പ്രതീക്ഷ. കൊനാമി ഇതെങ്കിലും തന്നാൽ മതിയായിരുന്നു. ഗവീനെ എടുക്കുന്നു, റൊട്ടേറ്റ് ചെയ്യുന്നു. എന്തായാലും 14 പ്രാവശ്യം നമ്മൾ ഏത് ചെയ്ത് പോയിട്ടുണ്ട്. കിട്ടിയാൽ മതിയായിരുന്നു. കലക്കും, കിട്ടിയാൽ കലക്കൂട്ടോ, കിട്ടിയാൽ പൊളിക്കും. കാരണം 14 പ്രാവശ്യം ഇതുപോലെ ഞാൻ ഇടയ്ക്കൊക്കെ ട്രൈ ചെയ്യാറുണ്ട്, ഇടയ്ക്കൊക്കെ കിട്ടാറുണ്ട്. അതുകൊണ്ടാണ് ഇങ്ങനെ ഒരു ട്രൈ നടത്തിയത്. എന്തായാലും 100 കോയിൻ അങ്ങനെ കളയാൻ പോവാണ് ഗൈസ്. നമ്മുടെ അടുത്ത് 300 രൂപ കോയിനും ഉണ്ടായിരുന്നു. റൊണാൾഡോ പാക്കൊക്കെ 500 വന്നു കഴിഞ്ഞാൽ കലക്കും. എന്തായാലും നമുക്ക് നോക്കാം ഗൈസ്. അപ്പോൾ പ്രൊഡക്റ്റ് ഡീറ്റെയിൽസ് ഒക്കെ ജസ്റ്റ് ഒന്ന് നോക്കുന്നു. അതിനുശേഷം 100 കളയാൻ പോവാണ്. ഇനി ക്യാൻസൽ നിൽക്കുന്നില്ല, കാരണം നമ്മൾ 10-14 പ്രാവശ്യം ആക്കിയല്ലോ ഗൈസ്. അപ്പോൾ നമ്മളിതാ 100 കോയിൻ കളയാൻ പോവാണ്. ഹിയർ വി ഗോ. നമുക്ക് കാണാം കത്തുമോ കത്തില്ലയോ. ഷോർട്ട് ടൈമാണ്, ഹാർഡ് വർക്കിംഗ് പ്ലെയറാണ്. ഇന്ന് മൊത്തത്തിൽ പണിയായി ഗൈസ്, ഒന്നും കിട്ടിയിട്ടില്ല. എൻ്റെ പൊന്നു, രാവിലെ തന്നെ എല്ലാം വലിച്ചെടുത്തു. കൊനാമി ഇതൊക്കെ ആരാ? ഡൈഗോ ലോപ്പസോ? ഗൈസ് അപ്പോൾ ഇന്നത്തെ വീഡിയോ അങ്ങനെ കഴിഞ്ഞു. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട ഉറപ്പായിട്ടും ലൈക്ക് ചെയ്യുക, അതുപോലെ തന്നെ ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പം നമ്മളങ്ങനെ എപ്പിക്കൊക്കെ തുറക്കുന്ന ഒരു പാക്ക് ഓപ്പണിംഗ് വീഡിയോ ആയിരുന്നു. അപ്പോൾ എന്തായാലും നമുക്ക് ഒന്നും കിട്ടിയില്ല. അപ്പോൾ നിങ്ങൾക്ക് എന്തായാലും ഉറപ്പായിട്ടും പോട്ട് പേ പാക്കിലായാലും അല്ലെങ്കിൽ നമ്മുടെ ഷോർട്ട് ടൈം ആയാലും കിട്ടുന്നതായിരിക്കും. അപ്പം ഇന്നത്തെ വീഡിയോ ഒരു കൊച്ചു വീഡിയോ ഉള്ളൂ. അപ്പോൾ ഉറപ്പായിട്ടും മറ്റൊരു വീഡിയോ ആയിട്ട് കാണുന്നവരൊക്കെ മിസ് മീ. ഓക്കെ ബൈ.